വർഷയ്ക്ക് നോക്കിയാണ്ടാ ഇത് പുതിയ വാച്ച് ഇറക്കിയാടാ. ഇത് വാപ്പ എവിടെന്നാ കൊണ്ടുവന്നേടാ? അത് വലിയ വിലയൊന്നുമില്ല. പക്ഷെ മിനിമം ഞാൻ മിനിങ്ങുന്നു. ശബരിങ് വന്നാണ്ടാ 8 ലക്ഷത്തിന്റെ മുതലാ. എന്താ അവിടെ ഒരു പിശുക്കല്? അയ്യോ എന്ത് റിച്ച് അളിയാ നീ. റിച്ചാ? ആ റിച്ച് അല്ലളി, അവൻ നിന്റെ കയ്യിലെ വാച്ച് കണ്ടിട്ട് സൂക്ഷിച്ച് സംസാരിക്കണം കേട്ടല്ലേ. റിച്ച് എന്നാ? എന്താ റിച്ചെന്ന്? എന്റെ വീട്ടിലെ അവസാനം നിങ്ങൾ അത് സംസാരിക്കൂല. ശബരി അങ്ങനെ പറയാൻ പാടില്ല. ശബരി, ഒരു നേരത്തെ ആഹാരത്തിന് കഷ്ടപ്പാട് എന്തിനാ നമുക്ക് അറിയും. രാവിലെ എന്തെങ്കിലും കഴിച്ചോ? കങ്കാരു ഇറച്ചി. ഹലോ അല്ല സാർ, ഇപ്പൊ റേഞ്ച് റോവർ സർവീസിനുണ്ടല്ലായിരുന്നു? അതെ അതെ സാറേ ടയറിലൊരു പോറലുണ്ട് കേട്ടോ. ടയർ അങ്ങ് മാറിയില്ലേ? അയ്യോ സാറേ, മാച്ചുകളേനുള്ളൂ നമുക്ക്. ഇല്ല കുഴപ്പമില്ല ബ്രോ, ടയർ പുത്തൻ ടയർ ആണല്ലേ? പിന്നെ ഞങ്ങൾ ഇപ്പൊ ശ്രദ്ധിച്ചതാണേ, പെയിന്റിൽ ഒരു സ്ക്രാച്ച് ഉണ്ട് ബ്രോ. പെയിന്റിലോ? കുഴപ്പമില്ല, വണ്ടി അങ്ങ് മാറ്റിക്ക്. അല്ല അത് പെയിന്റ് അടിച്ചാൽ മതിയാവും. കുഴപ്പമില്ല ബ്രോ, വണ്ടി മാറ്റിക്ക്. ഓക്കെ ശരി. ഞാൻ റിച്ച് എന്നല്ലേ അവന്മാർ പറയുന്നത്? ഇത്ര നാളെ കൂടെ നടന്നിട്ട്. ശബരി, നീ അങ്ങനെ പറയണ്ടായിരുന്നു. ഞാൻ ഇല്ലാത്തല്ലോ പറഞ്ഞു. അപ്പൊ ഞാൻ ആരും റിച്ച് ഞാൻ ഇവിടെ ഫ്ലെക്സ് അടിച്ചു വെച്ചാനെ. ഓ പിന്നെ ഇത് കുറുപ്പച്ചന്റെ പേരുടെ അയാള് വിറ്റാ. ഇയാളെ പെരയോടൊക്കെ 6 വിലയല്ലേടാ. ഇതൊക്കെ ആര് മേടിക്കാൻ? അത് ഇന്നലെ വാപ്പോണ്ട് അഡ്വാൻസ് കൊടുത്തു വാങ്ങി. എന്തൊരു പൂത്ത പണോടാ നിങ്ങളെ കയ്യില്. ശബരി പണോ? എന്തൊരു പണം? ആരെ പണം? ഇല്ലാത്ത കാര്യം പറയല്ലേ ശബരി. ഞാൻ കഷ്ടപ്പാടല്ല ഞാൻ നിരത്ത് പറഞ്ഞു. എന്താ അടച്ചൊക്കെ പറയുന്നത്? അതെന്താടാ ശബരി അങ്ങനെയൊക്കെ പറയുന്നത്? നീ എന്തിനാ അടച്ചൊക്കെ പറഞ്ഞ പണമല്ലെങ്കിൽ പിന്നെ പുണ്ണാ കൊടുത്തത് മേടിച്ചത്? ശബരി നീ ഓവർ ആവണേ, നിർത്തിക്കോ നീ. പിന്നല്ലാതാ. യു റിച്ച്, യുവർ ഡാഡ് റിച്ച്, യുവർ എൻറ്റയർ ഫാമിലി ഈസ് റിച്ച്. ശബരി നിർത്തിക്കോ നീ. ശബരി ഒന്ന് മിണ്ടായിരിടാ. അത്രയ്ക്ക് ഇതാണ് നീ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ആണ്. 1 10 100 ഇത് എത്രയെന്ന് എണ്ണിയാണ്ടാ? 1000ന്റെ മേലെ എനിക്ക് എണ്ണ അറിഞ്ഞൂടാ. മതി, ഇനി ഇല്ല ശബരി, ഇനി ഇല്ല. പോ ശബരി. എന്നാലും നീ അങ്ങനെയൊന്നും പറയണ്ടായിരുന്നു. ഇവിടെ തെളിവ് സഹിതം കണ്ടല്ലേടാ. എന്നാലും പറയണ്ടായിരുന്നു അങ്ങനെ. ഇപ്പൊ ഞാൻ എന്തിനാണ് നീ പറയുന്നത്? നീ പോയി ഒന്ന് സംസാരിക്കും. ഇത്ര നാളെ കൂടെ എടുത്തിട്ട് ഞാൻ റിച്ച് അതല്ലേ? നീ സമ്മതിച്ചതിരുന്ന പൈസ. ഹലോ മോനെ, മലക്കറി ചെയ്യുന്നതാ വീട്ടില് ഫുള്ള്. ഞാൻ വരുമ്പോ കട മേടിച്ചിട്ട് വരാം. റിച്ച് 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 എന്ത് റിച്ച്? കട മേടിച്ചിട്ട് എന്ത് റിച്ച്? മലക്കറി പിന്നെ 10 ലക്ഷം രൂപ ആ പരിപാടിയൊക്കെ തീരൂലേ? 20 രൂപയ്ക്ക് മേടിക്കുന്ന മലക്കറി കട മേടിക്കുമ്പോ പിന്നെ റിച്ച് അല്ലേ?